എന്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്രിസ്മസ് ആയി. ക്രിസ്മസിനെ വരവേൽക്കാൻ എന്ത് രസല്ലേ. നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റാർ തൂക്കിയിട്ടും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടും അതിനെ അലങ്കരിച്ചിട്ടും പിന്നെ പുൽക്കൂടൽ ഉണ്ടാക്കിയിട്ടും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ക്രിസ്മസ് വന്നാല്. പക്ഷെ എന്ത് വിലയാണല്ലേ ക്രിസ്മസ് ട്രീ വാങ്ങാനും പുൽക്കൂടല് വാങ്ങാനൊക്കെ. അതുകൊണ്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലോ ബഡ്ജറ്റിൽ എങ്ങനെ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാം വാങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷെ അതിന്റെ വില കാണുമ്പോഴാണ് പതുക്കെ സാധനം അവിടെ തന്നെ വെക്കുന്നത്. അതിന്റെ ഇടയിൽ ഇതാരായിരിക്കുന്നതെന്ന് ഞാൻ നോക്കിയിട്ടോ, ഒരു റോബോട്ടിനെ പോലുള്ളൊരു ലൈറ്റാണ് ഇരിക്കുന്നത്. ഈ ക്രിസ്മസ് വരുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ പഴയ സ്കൂൾ കാലം ഓർമ്മ വരും കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറേ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നേ. അങ്ങനെ ക്രിസ്മസിന് ഇവരൊക്കെ ഞങ്ങളെയൊക്കെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സൈക്കിളിലായിരുന്നു കേട്ടോ അവരുടെ വീട്ടിലൊക്കെ പോകുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സൈക്കിളൊക്കെ ചവിട്ടി ഓരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിട്ട് പോകും കേട്ടോ. കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ ഫ്രണ്ട്സ്. അവരുടെയൊക്കെ വീട്ടിൽ പോയി ഓരോ വീട്ടിലെയും വൈനും കേക്കും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് ലാസ്റ്റ് ഒരു വീട്ടിൽ നിന്നായിരിക്കും കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ആ ഫുഡും കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴാണ് അയ്യോ ക്രിസ്മസ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കുക. ഓർമ്മകളായവ ഇറക്കിയിട്ട് ഞാൻ ഓരോ സാധനങ്ങളായിട്ട് നോക്കാൻ തുടങ്ങിയിട്ടോ. നമുക്ക് നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങണമല്ലോ. എല്ലാത്തിനും ഭയങ്കര വിലയായിരുന്നേ. ഞാനൊരു പാക്കറ്റ് ബെല്ലും പിന്നെ ബോളുകളും മേടിച്ചു കേട്ടോ. അതിന് രണ്ടിനും കൂടെ 100 രൂപയേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഹുക്കിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 പാക്കറ്റ് എടുത്തിട്ടോ. ഒന്നിന് 40 രൂപയായിരുന്നു വരുന്നത്. അപ്പോഴാണ് അവിടെ ക്രിസ്മസ് ട്രീ ഇരിക്കുന്നത് കണ്ടത്. അതിൽ ഏറ്റവും വലിയൊരു ക്രിസ്മസ് ട്രീക്ക് 2600 രൂപയായിരുന്നു കേട്ടോ. ആ വില കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതിന്റെ അപ്പുറത്ത് അതിലും വലുതുണ്ടായിരുന്നു. അതിന്റെ വില ഞാൻ നോക്കിയില്ല. ഒന്ന് ഞെട്ടിയത് മതിയല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും നോക്കാൻ നിന്നില്ല. ഈ കാണുന്നത് ഒരു LED ബൾബാണ് കേട്ടോ. ഇത് കറണ്ടിൽ കുത്തേണ്ട ആവശ്യമില്ലേ. 55 രൂപയായിരുന്നു ഒരെണ്ണത്തിന്. ബാറ്ററിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് നേരം ഇത് നിൽക്കാൻ സാധ്യതയില്ല. മിക്കവാറും ക്രിസ്മസ് ആവുമ്പോഴത്തേക്ക് ബാറ്ററി തീരുന്നത് കൊണ്ട് ഞാൻ ഇത് അവിടെ വെച്ചിട്ട് സാധാരണ നമ്മൾ കറണ്ടിൽ കുത്തുന്ന LED ബൾബ് തന്നെയാണ് ഞാൻ വാങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ട്രീക്ക് വേണ്ട പുല്ലിന്റെ മാല 2 എണ്ണം വാങ്ങിയിട്ടോ. 34 രൂപയുടെ 2 എണ്ണം, 20 രൂപയുടെ ചെറിയൊരെണ്ണം. അപ്പോഴേക്കും ഒരാൾ ബോളിനെ കൊണ്ട് കളിക്കാൻ തുടങ്ങിയേ. ഞാൻ ട്രീ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിറ്റ് ഔട്ടിൽ സ്റ്റാർ തൂക്കിയതിന്റെ നേരെ താഴെയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ LED ബൾബ് കുത്താനുള്ള പ്ലഗും ഉണ്ട്. അങ്ങനെ ഞാൻ വാങ്ങിയ എല്ലാ സാധനങ്ങൾക്കും കൂടെ 468 രൂപയാണ് കേട്ടോ ആയത്. പിന്നെ ഒരു കത്രികയും പെൻസിലും ഒരു ഡബിൾ ടാപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹുക്ക് ഒട്ടിക്കാനുള്ള സ്പേസ് ഒക്കെ ഞാൻ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ക്രിസ്മസ് ട്രീന്റെ ഷേപ്പിനനുസരിച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഞാൻ ഈ ഉണ്ടാക്കുന്ന ക്രിസ്മസ് ട്രീ ബജറ്റ് ഫ്രണ്ട്ലി മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള സ്പേസും ലാഭിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലൊരു ക്രിസ്മസ് ട്രീ വെക്കാനുള്ള സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് വിഷമിക്കണ്ട. ജസ്റ്റ് ഒരു ചുമര് മാത്രം മതി. നമ്മുടെ ഈ ബജറ്റ് ഫ്രണ്ട്ലി ക്രിസ്മസ് ട്രീ അവിടെ ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ഹുക്കുകളായിട്ട് ഒട്ടിക്കാൻ തുടങ്ങി. ഫസ്റ്റുള്ള ഹുക്ക് താഴേക്കും പിന്നെ വരുന്ന ഹുക്കുകളെല്ലാം സൈഡിലേക്കും വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് ഈ മാലകളെല്ലാം അതിലേക്ക് കൊരുത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ക്രിസ്മസ് ട്രീ വെക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ട്രീ ചുമരുമ്പിൽ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. ഏറെക്കുറെ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലൊക്കെ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് LED ബൾബാണ് കേട്ടോ ഹാങ് ചെയ്യാനുള്ളത്. ഞാൻ വാങ്ങിയത് ഒറ്റ കളർ LED ബൾബാണ് കേട്ടോ. അതൊരു ക്രീം കളർ വരുന്ന LED ആണ്. ഇതിന് വരുന്നത് 200 രൂപയാണ്. അത്യാവശ്യം വലിയ മാലയായിരുന്നു കേട്ടോ. എനിക്ക് ഇത്രയും വലിയ മാലയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാനൊരു ചെറിയ ക്രിസ്മസ് ട്രീ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിനുള്ളൊരു സ്പേസ് മാത്രമേ ഇവിടെ സിറ്റ് ഔട്ടിലുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു ട്രീ ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഞാൻ വാങ്ങിയ ഈ LED ബൾബ് അത്യാവശ്യം നല്ല വലുതായിരുന്നു. പക്ഷെ എന്നാലും ഞാനത് 2ഉം 3ഉം ലെയർ ആക്കി അഡ്ജസ്റ്റ് ചെയ്തു. ട്രീൻ്റെ പണി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഈ പുല്ലിൻ്റെ മാലയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രീ റെഡിയായി. അതിന് വേണ്ടിയിട്ട് ഞാനത് ഓരോ ഹുക്കുകളിലായിട്ട് കൊളുത്തി കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ഇതൊരു കമ്പീനെ കൊണ്ടാണ് ഈ പുല്ലിൻ്റെ മാല വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഹുക്കിലേക്ക് ഹാങ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു മാലേനെ കൊണ്ട് ഏറെക്കുറെ പകുതി ശരിയായ രണ്ടാമത്തെ മാലയാണ് ഞാൻ ഇപ്പോൾ ഈ എടുക്കുന്നത്. അതും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ട്രീ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കേട്ടോ. ബോളുകളൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. 6 ബോളുകളായിരുന്നു ഒരു പാക്കിൽ വരുന്നത്. 60 രൂപയായിരുന്നു ഒരു പാക്കിൻ്റെ വിലയെന്ന് പറയുന്നത്. ആ ബോൾ തന്നെ നമ്മുടെ ഈ കുഞ്ഞു ട്രീക്ക് ധാരാളമായിരുന്നു. ബെൽസും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു
കഴിഞ്ഞപ്പോൾ ട്രീൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടോ. ലാസ്റ്റ് ഏറ്റവും മുകളിൽ വെക്കാനുള്ള ഒരു സ്റ്റാറും കൂടെ ഉണ്ടായിരുന്നേ. നമ്മൾ സാധനം വാങ്ങാൻ പോയപ്പോഴേ അവിടെ 2600 രൂപയുടെ ട്രീ കണ്ടില്ലേ? ആ ട്രീനേക്കാളും എത്രയോ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ 468 രൂപയുടെ ട്രീ കാണാൻ വേണ്ടിയിട്ട്. ഇതാവുമ്പോൾ സ്ഥലവും ലാഭിക്കാം, പൈസയും ലാഭിക്കാം. ലാസ്റ്റ് ലൈറ്റ് ഇട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ തന്നെയാണോ ഇത് ഉണ്ടാക്കിയെന്ന് കുറച്ച് നേരം ഞാൻ അതിനെ നോക്കി നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി രാത്രിയിലത്തെ വ്യൂ കാണണ്ടേ? അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. രാത്രി കാണാൻ അടിപൊളിയായിട്ടില്ലേ ലൈറ്റൊക്കെ ഇട്ടപ്പം? ആ റെഡ് സ്റ്റാറിൻ്റെ ഉള്ളിലും കൂടെ ഒരു ബൾബ് വന്നിരുന്നെങ്കിൽ ഒന്നും കൂടെ രസമായേനെ അല്ലേ? അപ്പോൾ സിമ്പിളായിട്ടൊരു ട്രീ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഒരുപാട് പൈസയില്ലേ നമ്മളിപ്പോൾ ലാഭിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അതെന്നെ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ.